ഓൾഡ് ബോയ്സ് സ്കൂളാണ്. അതില് 5ാം തരം 5 വരെ പഠിച്ച 5ന്ന് പാസ്സായി. 5ന്ന് പാസ്സായതിന്റെ ശേഷം സംസ്കൃതം പഠിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് പെരുമുടിയൂര് സംസ്കൃത കോളേജിൽ പോയി ചേർന്നു. സംസ്കൃത കോളേജിൽ എലിമെന്ററി 2ാം ക്ലാസ്സിലാണ് ചേർന്നു. ഒന്നിൽ ചേർന്നില്ല, 2ൽ ചേർന്നു. എന്നുവെച്ചാൽ 5ാം ക്ലാസ് പാസ്സായ കുട്ടിയല്ലേ, അതുകൊണ്ട് 2ൽ ചേർന്നു. 1ൽ ചേർക്കുള്ളൂ. അപ്പൊ 2ൽ ചേർന്നു. 2, 3, 4 അങ്ങനെ 3 കൊല്ലം അങ്ങനെ കഴിക്കുന്നു. പിന്നെ ഒരു അഡ്വാൻസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു 4 കൊല്ലം അങ്ങനെ. അഡ്വാൻസ് 1, 2, 3, 4ാമത്തെ ക്ലാസ്സിന് എൻട്രൻസ് എന്ന് പറയും. എൻട്രൻസ് പാസ്സായ പിന്നെ വിദ്വാന് ചേർന്നു എന്ന് പറഞ്ഞാൽ മതി. വിദ്വാന് പ്രിലിമിനറി വരെ പഠിച്ചു. പ്രിലിമിനറി പാസ്സായില്ല. അസുഖങ്ങളൊക്കെ വന്നിട്ട് ക്ലാസ് പോകാൻ പറ്റാതെ ഉണ്ടായി. പിന്നെ പഠിച്ചതുമില്ല. അങ്ങനെ പഠിത്തം നിർത്തി. അവിടെ തന്നെ ഒരു 6 മാസം അധ്യാപനായിട്ട് LP ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടായിട്ടുണ്ട്. അത് ഈ എൻട്രൻസ് പാസ്സായ എൻട്രൻസ് പാസ്സായിരിക്കണം. ഇനി പ്രിലിമിനറിക്കാണ് തോറ്റത്. എൻട്രൻസ് പാസ്സായ അധ്യാപനാവാൻ പറ്റുമോ? ശരിക്കും പാടില്ല. വേറെ ആളില്ലാത്തപ്പോ കമ്മിറ്റിക്കാരാണല്ലോ തീരുമാനിക്കേണ്ടത്, ഗവൺമെന്റ് അല്ലാന്ന്. അപ്പൊ അങ്ങനെ എന്നെയും ഈ CP ശ്രീധരൻ പറഞ്ഞ ആളെയും കയറ്റി അവിടെ. ഞങ്ങള് രണ്ടാളും 6 മാസം പണിയെടുത്തു. പിന്നീട് അപ്പൊ പിന്നെ പുതിയ ആൾക്കാരൊക്കെ വന്നു. അന്ന് ഞാൻ പഠിക്കുന്ന കാലത്ത് അവിടെ പ്രമുഖന്മാരായിട്ട് ആയുർവേദം പഠിപ്പിക്കാൻ ഒരു രാമൻ നമ്പീശൻ ഉണ്ടായിരുന്നു. പിന്നെ കൽക്കത്ത ഒരു ഗോവിന്ദൻ നമ്പ്യാരുണ്ടായിരുന്നു. പിന്നെ ഒരു അനിയമ്മൂസ് ഉണ്ടായിരുന്നു. പിന്നെ KV നാരായണ ശാസ്ത്രി പ്രിൻസിപ്പാളായിരുന്നു. പിന്നെ തൃത്താലക്കാരൻ രാമയ്യരുണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രമുഖന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞന്തൻ എന്ന് പറഞ്ഞ ആളൊക്കെ അവിടെ കോളേജിൽ പഠിച്ചു പോയിട്ടുള്ള ആളാണ്. ബെർലിൻ കുഞ്ഞന്തൻ സ്ഥലം കണ്ണൂർ എവിടെയാണെന്ന് തോന്നുന്നത്. ബെർലിൻ കുഞ്ഞന്തൻ അന്ന് പേരൊന്നുണ്ടായില്ലേ? അന്ന് ഈ പേരൊന്നും കുഞ്ഞന്തൻ മൊത്തം തന്നെ. UP ആക്കി. 56 UP ആക്കി. 56 ഡിസ്ട്രിക്ട് ബോർഡ് ഏറ്റെടുത്തു. അപ്പൊ UP ആക്കി. 6ാം ക്ലാസ് തുടങ്ങി. 6ാം ക്ലാസ് തുടങ്ങിയപ്പോഴാണ് എന്നെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തത്. എന്നെ പോസ്റ്റിങ് എനിക്ക് പട്ടാമ്പിയായി പെരുമുടിയൂര് സംസ്കൃത കോളേജിൽ തന്നെയാണ്. മസാൽച്ചി എന്നുള്ളൊരു പോസ്റ്റില് എന്നെ പോസ്റ്റ് ചെയ്തു. ഞാൻ സെപ്റ്റംബർ 27-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ചെന്ന് അവിടെ ചെന്ന് ജോയിൻ ചെയ്തു. 1957 28-ാം തീയതി 27-ാം തീയതി അവിടെ പോയി ജോയിൻ ചെയ്തു. 28-ാം തീയതി ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. എങ്ങനെ സ്ഥലം മാറ്റമല്ല, പ്രമോഷനും സ്ഥലം മാറ്റമായിട്ട്. പിന്നെ ഇപ്പൊ ദേവരെ പിന്നെ വേറെ എവിടേക്കും പോയിട്ടില്ല. റിട്ടയർഡാവുന്ന വരെ തന്നെ 93 വരെ കൊടുമുണ്ടായ സ്കൂളിൽ തന്നെ പണിയെടുത്തു. ഫസ്റ്റിലെ ജോലിക്ക് അപേക്ഷ കൊടുത്താണോ? അപേക്ഷ കൊടുത്തിട്ടുണ്ടാവുന്ന അന്നേ. ഇപ്പൊ പാർട്ടി പ്രോഗ്രാം നിലവാരത്തിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ ഒരു ആളെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ സഹായം അല്ലേ? പാർട്ടിയുടെ സഹായത്തോടു കൂടി EP ഗോപാലൻ. ഗോപാലൻ ഡിസ്ട്രിക്ട് ബോർഡ് മെമ്പർ ആയിരുന്നു. അപ്പോ പ്രൊമോഷനോട് കൂടി തൊട്ടടുത്ത സ്കൂളിൽ കിട്ടി. അന്നത്തെ ഞാൻ വന്ന കാലത്തുള്ള HM AM വാസുദേവൻ പട്ടേരി ആയിരുന്നു. ആറ്റുപുറത്ത് മനക്കൽ വാസുദേവൻ പട്ടേരി, ചോലമനക്കിലെ പരമേശ്വരൻ പട്ടേരി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഭാസ്കരമേനോൻ വന്നു. ഭാസ്കരമേനോൻ പോയിട്ട് പിന്നെ ഒരു ശങ്കരൻ നായർ വന്നു. അപ്പോഴേക്ക് പിന്നെ ഹൈസ്കൂളായില്ലേ.